റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദി Ather 450X. യെസ്. സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള Ather 450X ആണ്. ഫുൾ ഒരു പച്ചപ്പിന്റെ ഇടയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ എക്കോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ബാറ്ററി വണ്ടിയാണല്ലോ. അപ്പൊ നമ്മള് പച്ചപ്പിന്റെ ഇടയിൽ തന്നെ വെച്ച് ചെയ്യണം. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതല്ല, രണ്ടുപേരും അല്ലേ കോയിൻസിഡൻസിലൂടെ ഗ്രീൻ ഷർട്ടും കൂടി ഇട്ടിരിക്കുന്നത്. സോ Ather ആദ്യം വന്നത് 2018 450 അല്ലേ, ജസ്റ്റ് ഒരു 450 നെയിമിങ് നോർമൽ. അത് വന്നപ്പോ തന്നെ ലൈക്ക് ആ ഒരു സെഗ്മെന്റില് ആൾക്കാർക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇത്ര ലുക്കിൽ കൊണ്ടുവന്നപ്പോ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അല്ലേ. പിന്നെ 2020 കഴിഞ്ഞപ്പോ ആണല്ലേ 450X വന്നത്. ഇപ്പൊ 2024 എപെക്സ് എഡിഷൻ പറഞ്ഞിട്ട് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അതും എക്സ്ക്ലൂസീവ് ആണ്, Atherന് മാത്രമേ. അതും ആനിവേഴ്സറി എഡിഷന്റെ ഭാഗമായിട്ട് ഒരു 1 ഇയറിലേക്ക് ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള രീതിയിലാണ് അവർ ലോഞ്ച് ചെയ്തത്. കുറെ അച്ചീവ്മെന്റ്സ് വാങ്ങിയിട്ടുണ്ടല്ലോ Atherന്റെ ഗ്രൂപ്പ്. അതിന്റെ റിവ്യൂ വരുന്നുണ്ട്. അതെ, ആ Ather കുറെ അച്ചീവ്മെന്റ്സ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഷോറൂം കയറുമ്പോൾ തന്നെ അറിയും വണ്ടിയുടെ ചാസിയാണ് അവർ ആദ്യം വെച്ചിരിക്കുന്നത് ഡിസ്പ്ലേയിൽ. സോ ആദ്യം നമുക്ക് ഫ്രണ്ട് ലുക്കിലേക്ക് പോവാം അല്ലേ. ഫ്രണ്ട് ലുക്കിന്റെ ബ്രൈറ്റ് കുഴപ്പമില്ല അല്ലേ, നല്ല അത്യാവശ്യം ത്രോയും വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. കസിന്റെ വണ്ടിയാണ്, അപ്പോൾ ആളായാലും യൂസർ എക്സ്പീരിയൻസിൽ അത്യാവശ്യം നല്ലൊരു റിവ്യൂ ആണ് അതിൽ പറഞ്ഞത്. ഇത് വന്നിട്ട് Gen 3 ആണെങ്കിലും ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഒന്നും ലൈക് ഫിസിക്കലി ലുക്ക് വൈസ് വന്നിട്ടില്ല. ആ ഒരു ബാറ്ററി റേഞ്ചും കപ്പാസിറ്റി ഒക്കെയാണ് കുറച്ചൊക്കെ ഒന്ന് ഡിഫറൻസ് വന്നത്. പിന്നെ റിഫൈൻമെന്റും ഇവിടെ DR ഇവിടെ വന്നിരിക്കണം അല്ലേ. അതെ, DR വന്നിരിക്കുന്നത് അത് കാണാൻ നല്ല രസമാണ്. ഡബിൾ സപ്പാസ് ഇൻഡിക്കേറ്ററും അങ്ങനെ രണ്ടും ഫംഗ്ഷനും ഉണ്ട് അതിന്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഈ 450Xന്റെ ഇത് ടാഗ് പോലെ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഷർട്ടിന്റെ ടാഗ് പോലെ ഒരു സംഭവം പോലെ ഉണ്ടല്ലേ, അത് കുറച്ച് എനിക്ക് അത്ര ഇഷ്ടം. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് ബ്ലെൻഡ് ആയി പോണുണ്ട് അവിടെ, ബൾജ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ട്. പക്ഷെ ആ ഒരു ഷേപ്പ് ഒരു ഡിസൈൻ കുറച്ചുകൂടി അവർ നന്നാക്കായിരുന്നു ആ കാര്യത്തിൽ. പിന്നെ എല്ലാം ഫൈബർ ആണ് അല്ലേ, ഫൈബർ പാർട്സ് ആണ്. മാക്സിമം വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെ. പിന്നെ ബൈബ്രയുടെ ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബൈറ്റ് ആണ്, പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ട്, ടയർ ലോക്കാവും. ABS-ഉം കൂടി ഒരു കൊണ്ടുവരണല്ലേ അവര്. ABS കൊണ്ടുവരുന്ന ടാസ്ക് ആണ്. എന്നാലും എസ്പെഷ്യലി വെറ്റ് റോഡ്സിലൊക്കെ വരുമ്പോ നമ്മൾ ബാക്ക് പെട്ടെന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വെയിറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് സ്കിഡ് ആവണ ഒരു ലോക്കായി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ടയറിന്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടില്ല. ഓല ടയർ സെക്ഷനിൽ ബെറ്റർ ആണ്. ഫ്രണ്ടിൽ 110 കൊടുത്തിട്ടുണ്ട്, ഒരു ബാക്കിലും നല്ല അത്യാവശ്യം നല്ല ഒരു വീതിയുള്ള റേഡിയൽ ടയർ കൊടുത്തിരിക്കുന്നത്. ഇത് 90 സെക്ഷൻ കൊടുത്തത് കുറച്ചൊരു കോസ്റ്റ് കട്ടിങ് ആയിരിക്കും ചിലപ്പോൾ. ടയറിന്റെ ഒരു സൈസ് അത് കുറച്ച് മോശമായിട്ടുണ്ട്. നമുക്ക് സൈഡ് ലുക്കും കാര്യത്തിലോട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ സൈഡ് ലുക്കിന്റെ റിവ്യൂലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ സൈഡിൽ നിന്നായാലും ഒരുപാട് കട്ട്സ് ആൻഡ് ക്രീസസ് അങ്ങനെയുള്ള ഒരു പാനൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ആകെ ഒരു ഫ്രണ്ടിലെ ഫെൻഡർ മാത്രമാണ് ഒരു എക്സ്ട്രാ എലമെന്റ് പോലെ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കി സൈഡിലേക്കുള്ളതൊക്കെ ഒരു പ്ലെയിൻ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. Atherന്റെ ബാഡ്ജിങ് ആയാലും ഒരു സ്മോൾ യെല്ലോ ടിഞ്ചിൽ ഒരു സിമ്പിൾ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്സ് റിയറിലും ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. ബൈബ്രയുടെ തന്നെ ബ്രേക്സ് ആണ്, അത്യാവശ്യം നല്ല ബൈറ്റ് ഉള്ളതാണ്. പിന്നെ ബാക്കിൽ മോണോ ഷോക്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ആ ഒരു ഡ്യുവൽ സസ്പെൻഷൻ കൊടുത്ത് സ്റ്റിഫ് ആക്കുന്നതിലും പകരം ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു മോണോ ഷോക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സൈഡിലെ റിവ്യൂലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതിൽ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പൊതുവെ എല്ലാ സ്കൂട്ടേഴ്സിനും സാരി ഗാർഡ് ഒരു പ്രൊട്ടക്ഷന്റെ ബിറ്റായിട്ട് കൊടുക്കാറില്ല, പക്ഷെ ഇതിലത് വന്നിട്ടുണ്ട്. മെറ്റൽ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു സൈഡ് ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ലെഗ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു സൈഡ് സ്റ്റാൻഡ്. ഇത് ആക്ച്വലി നമ്മൾ കയറിയിരുന്ന് പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് ഒരു ഇൻസേർഷൻ പോണത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, ഈവൻ ഓലയിലായാലും മറ്റ് സ്കൂട്ടേഴ്സിലായാലും സിമിലർ ഡിസൈനിലാണ് ഈ ഒരു സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മെറ്റൽ ഫിനിഷ് കയറി ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു റേസ്ഡ് ആയിട്ടൊരു ഫ്ലോറാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കാല് വെച്ച് ഇരിക്കാനുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെയുള്ള സ്പേസ് ആണ് കുറവ്. നമുക്കിവിടെ ഏകദേശം ഒന്ന് കാലിൻ്റെ ഒരു മുട്ട് ഇടിക്കുന്നൊരു കാര്യമുണ്ട്. ഓലയിലാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന്
ഡൗൺ സൈസ്ഡ് ആയിട്ടാണ് ഇതിന്റെ ഒരു പൊസിഷൻ വരുന്നത്. പിന്നെ ഈ കയറി ഇരിക്കുമ്പോഴല്ലേ ഒരു വ്യൂ ഒക്കെ ആയാലും ഒരു മിറേഴ്സിന്റെ ഒക്കെ ഒരു വൈഡ് വ്യൂ ആണ് നമുക്ക് ബാക്കിലേക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇതിന്റെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഒരു ലേഔട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്വിച്ചസ് ആയാലും എല്ലാ നോബ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ലൊരു നീറ്റ് ലേഔട്ടിലാണ്. ആകെ ഒരു ഡ്യുവൽ ടോണിന്റെ ഒരു കളർ പ്രസൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈവൻ ഡാഷ്ബോർഡിന്റെ ഒരു ബ്ലാക്ക് പീസ് ആയാലും സ്വിച്ചസിന്റെ അറൗണ്ട് ആയിട്ടുള്ള ഒരു സിൽവർ ഫിനിഷ് ആയാലും. പിന്നെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ഇതിനൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രോസറി കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ടാണ് ഇതിന്റെ കീ സ്ലോട്ട് വരുന്നത്. പോലെ നമുക്ക് ഇതിനകത്ത് ടച്ചിലല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാസ്വേഡ് അങ്ങനെ യൂസസ് ഒന്നും ഇല്ല. ഇതിൽ ടച്ച് വർക്കിംഗ് ആണ്, പക്ഷെ നമുക്ക് കീ വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് വന്നിരിക്കുന്നത്. കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് പോകാനായിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് നമുക്ക് ആക്ച്വലി ഡിസ്പ്ലേയിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. റൈഡ് മോഡ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അത് നമുക്ക് ഓൺ മൂവിങ്ങിലും ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോൺ, ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാമ്പിന്റെ ഹൈ ബീം ലോ ബീം അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നീറ്റ് ലേഔട്ടാണ്. അത്യാവശ്യം നല്ലൊരു റെസൊല്യൂഷൻ ഉള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന് തന്നെ ലൈറ്റ് മോഡും ഉണ്ട്, ഡാർക്ക് മോഡും ഉണ്ട്. സോ റെയർ വ്യൂവില് കാണുമ്പോൾ ഇവിടെ ആ ഒരു സിമെട്രിക്കൽ ആയിട്ടാണ് ആ ഒരു റെയർ വ്യൂ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നേത്തർന്ന് നല്ല ബോൾഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഡീറ്റെയിലിംഗ്. ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് താഴെ ആയിട്ടാണ് വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ ഭാഗമായാലും കുറച്ച് ക്ലീൻ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപാകതയായിട്ട് തോന്നുന്നത് ആ ബാക്കിലെ ടയർ കുറച്ച് സ്മോൾ ആണ്, 100 സെക്ഷൻ ടയർ. അപ്പോൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ഓക്വേർഡ്നെസ് ഉണ്ട്. ബാക്കി നല്ലൊരു നീറ്റ് ലേഔട്ടാണ്. സോ പവർ വൈസ് നമുക്ക് സംസാരിക്കാം. 26 Nm ടോർക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ 6.2 kW ആണല്ലേ ബാറ്ററി പവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ചാർജിങ്ങിന്റെ കാര്യങ്ങൾ പറയാം. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് 1 hour ആണല്ലോ എടുക്കുന്നത്. 1 hour ഗ്രിഡിലായാലും നമുക്ക് ആ ഒരു പബ്ലിക് ഫെസിലിറ്റീസിലൊക്കെ. ഓക്കെ 0 to 100 ഏകദേശം ഒരു 1 hour അല്ലേ. 1 hour. പിന്നെ നോർമൽ ചാർജിങ് ആണെങ്കിലോ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ചാർജിങ് ഉണ്ട്. വൺ ഇസ് നമ്മൾ വെറുതെ കുത്തിയിട്ട് നമ്മൾ വെറുതെ ഒരു 0 to 100 വരെ ചാർജ് ചെയ്ത് പോവാം. അതൊരു ഏകദേശം ഒരു 5 hour 5.5 hours ആ ഒരു റേഞ്ചിലാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഒപ്റ്റിമൈസ് ചാർജിങ് നമ്മുടെ മൊബൈലിലൊക്കെ കണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിലേക്ക് പതുക്കെ പിക്ക് ചെയ്ത് ചാർജ് ആ ടൈം ആവുമ്പോൾ കറക്റ്റ് ആണ്. ശരിക്കും അതാണ് ബാറ്ററി ഹെൽത്തിന് നല്ലത്. ആ ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു കൂളിങ്ങിന് വേണ്ടിട്ട് അവർ ഒരു വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എമർജൻസി ലൈറ്റ് കത്തുന്നുണ്ട്. ഒരാള് ലൈക്ക് വണ്ടി വെറുതെ നീക്കി വെച്ച എവിടെയും നീക്കി വെച്ച ഹസാർഡ് കത്തും. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഫീച്ചർ വൈസ് മേ ബി ഓല ജയിക്കും. എന്താ വെച്ചാൽ ഓലയ്ക്ക് ഫീച്ചർ വൈസ് കൂടുതലാണ്. പക്ഷെ റിലയബിലിറ്റിയുടെ ഒരു കേസ് നമ്മൾ ആലോചിക്കുമ്പോൾ എത്രയായിരിക്കും ബെറ്റർ. ആ ഒരു കേസിൽ ഇവര് അത്യാവശ്യം നല്ല രീതിക്ക് റിസർച്ചും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ കൊണ്ടുവന്നു. ട്രസ്റ്റ് വേണമെന്നുണ്ടല്ലോ. പിന്നെ റീജനറേഷൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എപെക്സിനാണ്. മാജിക് ട്വിസ്റ്റ് എന്നാണല്ലോ വിളിക്കാൻ. ഇതിന് അങ്ങനെ റീജനറേഷൻ ഒന്നും കൊടുത്തില്ല. ഇതിനൊരു മൈൽഡ് ആയിട്ടുള്ള ചെറിയൊരു ബ്രേക്കിംഗ്, എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയില്ലേ, ചെറുതായിട്ട്. അത് നമ്മൾ ബ്രേക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ആനിമേഷൻ കാണാം. നമുക്ക് ആ റീജൻ പോണതിന്റെ ഒരു ചെറിയൊരു ബ്രേക്കിംഗ് ഉണ്ട് നമ്മൾ ത്രോട്ടിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ. അല്ലാണ്ട് റീജൻ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ആർക്കൊക്കെ വേണമെന്നല്ലേ. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് മെയിൻ യൂസ് നമുക്ക് പെട്രോൾ കോസ്റ്റ് കുറയ്ക്കാനാണ് ഇത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് എനിക്ക് പറ്റാത്തൊരു വണ്ടിയാണ്. ലൈക്ക് സൗണ്ട് ഇല്ല. നമ്മൾ ഓടിക്കുമ്പോൾ ഈ ചെവി അടഞ്ഞൊരു ഫീലാണ്. ഓടിക്കുമ്പോൾ ഒരു ശബ്ദമൊന്നും ഇല്ലാണ്ടൊരു പോക്ക്. ലൈക്ക് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു പ്രിഫറൻസ് പറഞ്ഞാണ്. ഞാൻ ലൈക്ക് പെട്രോൾ കോസ്റ്റ് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് ജയിക്കും. എന്താ വെച്ചാൽ 100 rupees ഒക്കെ വരണം അല്ലേ 0 to 100 ചാർജ് ചെയ്യാൻ. നമ്മുടെ വീട്ടിലാണെങ്കിൽ അത്രയും വരില്ല. കറണ്ട് ചാർജ് കുറച്ച് എന്നാലും ഒരു ബിലോ ഒരു 100 വരും അല്ലേ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യാൻ. എല്ലാവരും സോളാർ ഒക്കെ എക്വിപ്പ് ചെയ്യുന്നുണ്ട്. സോളാർ എക്വിപ്ഡ് ആണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട. വെരി എന്താ പറയാ ബഡ്ജറ്റ് റീസണബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. അതുകൊണ്ട് തന്നെ കുറെ സ്വിഗ്ഗി, സൊമാറ്റോ ലൈക്ക് അങ്ങനത്തെ ഡെലിവറി റൺസിനൊക്കെ ഉള്ളവര് കൂടുതലും ഏത്ര എടുക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രാക്ടിക്കാലിറ്റി വളരെ കുറവാണ്. പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വേറൊരു മോഡലായിട്ട് റിഡ്സ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ലൈക്ക് അങ്ങനത്തെ വണ്ടി ലൈക്ക് ഫാമിലി യൂസും പ്രാക്ടിക്കാലിറ്റിയും വേണ്ടവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം.
ഞാൻ കുറെ കണ്ടു ഈ ഇൻസ്റ്റാമാർട്ടിന് ഓടുന്നവര് റിഡ്സ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടിക്കാലിറ്റി അത് ആക്ച്വലി ലൈക്ക് ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ലൈക്ക് ഒരു ലുക്സ് വേണം, അങ്ങനെയുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളൊന്ന് ലുക്ക് വൈസ് ഏതർ 450X തന്നെ എടുക്കണം. ലൈക്ക് ഇത് കൂടുതലും നമ്മുടെ യൂത്തിന് അട്രാക്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ Gen 3 ഏകദേശം ഒരു ടൈം കഴിയാറായി. Gen 4 വരാറായിട്ടുണ്ട് 2025. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി റോഡിൽ ഒരു എക്സ്ക്ലൂസിവിറ്റി വേണമെങ്കിൽ ഏപെക്സ് എഡിഷൻ എടുക്കാം അല്ലേ? അതിന്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ 2 ഫീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓട്ടോ ഹോൾഡും റിവേഴ്സും. അതിന് 2 എക്സ്ട്രീം കേസിൽ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നന്നായിട്ട് നോക്കാം. സോ ഇതിന്റെ മെയിൻ ഒരു കോണായിട്ട് പറയാണ്, ബ്രേക്സ് വേഗം വെയർ ഔട്ട് ആവും. ദാറ്റ് മീൻസ് ബ്രേക്ക് പാഡ്സ് വേഗം വെയർ ഔട്ടായി പോകുന്നുണ്ട്. അത് കുറച്ച് കേസസ് കേൾക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഒന്നാമത് ഇതിന്റെ ബ്രേക്കിംഗ് കുറച്ച് എക്സ്ട്രീം ആണ്. ഒരു ലെവൽ നോക്കുമ്പോൾ അത് കുറച്ച് റിസ്ക് ഉണ്ട്. ഏത്തറും പറയുന്നുണ്ട് കുറച്ച് ബ്രേക്കിംഗ് കുറച്ച് സഡൻ ആണ്. പക്ഷെ നല്ല സ്റ്റോപ്പിംഗ് പവർ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ബൈബ്രെ നല്ല ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് ഏത്തർ 450Xന്റെ റൈഡ് റിവ്യൂയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കീ ആണ് നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ പറയാവുന്നതുപോലെ ഒരു ടച്ച് റെസ്പോൺസ് ചെയ്തിട്ട് നമുക്ക് പാസ്കോഡ് ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇതിലില്ല. കീ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അൺലോക്കിംഗ് ഫീച്ചർ. സോ റിവ്യൂയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏത്തറിന് തന്നെ വൺ ഓഫ് ദി ഫ്ലാഗ്ഷിപ്പ് മോഡലിൽ നിന്ന് തന്നെ നമുക്ക് പിടിക്കാം. പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 3 മോഡൽസ് മാത്രമാണ് ഏതർ ഇറക്കിയിട്ടുള്ളൂ. ഇത് 450X ഉണ്ട്, 450S ഉണ്ട്, പിന്നെ ഇത് ഓൾ ന്യൂ ഏതർ റിസ്റ്റ. പിന്നെ വിച്ച് വൺ ടു ചൂസ് ഇൻ എമംഗ് ദ 3 എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 450Sനും Xനും ഒരേ ലുക്സാണ്. റിസ്റ്റയ്ക്ക് മാത്രമാണ് ചെറിയൊരു ലുക്ക് വ്യത്യാസം വരുന്നത്. ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊരു ടിപ്പിക്കൽ സ്കൂട്ടർ ഡിസൈൻ പോലെ. അത് അഗെയിൻ സബ്ജക്റ്റീവാണ്, ഓരോരുത്തർക്കും ഓരോ ലുക്സ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. സോ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന 450Xനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ടോപ്പ് സ്പെക്കാണ്. 3.7 kWh വരുന്നൊരു ബാറ്ററി പാക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 111 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ് ഒരു 100-105 ആ ഒരു റേഞ്ച് വരെയാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ കിട്ടുന്നത്. കാരണം നമ്മൾ എപ്പോഴും എക്കോണമി മോഡിലായിരിക്കില്ലായിട്ട് ഓടിക്കാം. നമ്മുടെ ഓരോ ഏജൻസിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മോഡൊക്കെ മാറ്റി റഷൊക്കെ ചെയ്ത് ഓടിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു മോഡാണ് ഇതിൻ്റെ റാപ്പ് മോഡ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡ്. ആ ഒരു മോഡിൽ പിന്നെ സിംഗിൾ ചാർജ് 80 കിലോമീറ്റേഴ്സ് വരെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇൻ റിയൽ ലൈഫ്. പിന്നെ പറയുകയാണെങ്കിൽ 26 Nm ടോക്കാണ് ഈ ഒരു മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെൽ ഡ്രൈവ് സിസ്റ്റം ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് കയറി വരുന്നത്. ആ ഒരു ഹയർ സ്പീഡ് കയറുമ്പോൾ മാത്രമാണ് ആ ഒരു സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നത്. നമുക്കത് കേൾക്കുമ്പോഴായാലും ലൈക്ക് അഗെയിൻ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാം, കുറച്ച് പേർക്ക് അത് അലോസരമാണ്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. കംഫർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 170 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത്. നമുക്ക് അത്യാവശ്യം എല്ലാ ഒരു റോഡ് പാച്ചസിലൊക്കെ എടുത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. നമുക്കൊരു കാറിൻ്റെ ഒക്കെ ഒരു ലെവൽ ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാം. 780 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫീലല്ല, ഒരു എലിവേറ്റഡ് ഫീലിൽ തന്നെ നമുക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ റീച്ച് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ജോയ്സ്റ്റിക്കിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഹൈ ബീം ലോ ബീമിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മുടെ ഒരു ഫുൾ ടച്ച് ഡിസ്പ്ലേ, പിന്നെ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റൈഡ് മോഡ്സിന് വേണ്ടി ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ റിവേഴ്സ് മോഡിന് വേണ്ടിയിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ അഗെയിൻ നമ്മുടെ പവർ സ്വിച്ച്. സോ ഇതിൻ്റെ മോഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി 4 മോഡാണ് ഇതിൽ വരുന്നത്. ഒന്ന് എക്കോണമി, നമ്മളിപ്പോൾ പോകുന്ന മോഡ്. അപ്പോൾ ആ ഒരു തീം തന്നെ വ്യത്യാസമുണ്ട്, കളർ പാറ്റേൺ ഒക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൈഡ് മോഡ് ആ ഒരു ബ്ലൂ തീമിലേക്ക് വന്നു. പിന്നെ സ്പോർട്ട് മോഡ് അത് വന്നപ്പോൾ ഒരു യെല്ലോ തീമുമായി. വാർപ്പ് മോഡിലേക്ക് വരുമ്പോൾ അഗെയിൻ ഒരു ക്രീം ടോണാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡും വാർപ്പ് മോഡാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കംഫർട്ടിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ബ്രേക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേണ്ടി നമുക്കൊരു ബ്രേക്ക് പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്ര ക്വിക്കാണ്. ഫ്രണ്ടും ബാക്കുമാണ് ഇതിന് ഡിസ്ക് ബ്രേക്സ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നല്ലൊരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വിയർ ആൻഡ് ടിയർ വരുന്ന ഒരു ഭാഗവും കൂടിയാണ് ഇതിൻ്റെ ബ്രേക്സ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിനെ പറ്റി പറയാം. ഈ ഒരു മോഡൽ 450X 3.7 kWh ബാറ്ററി പാക്ക് വരുന്ന ഒരു മോഡലിന് ഓൺ റോഡ് 1.7-നും 1.8-നും ഇടയിലാണ് പ്രൈസിങ് വരുന്നത്.
ഇതിൻ്റെ കുറഞ്ഞൊരു മോഡലുണ്ട് 2.7 kWh ഒരു മോഡലും കൂടി ഉണ്ട്. അത് കുറച്ചുകൂടെ റേഞ്ച് കുറവായിരിക്കും. ഒരു റിയൽ ലൈഫിൽ 90 വരെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് സ്പോർട്ട് മോഡൽ ഇട്ടൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ആ ഒരു ഇനീഷ്യൽ പുള്ള് നമുക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടും. നമ്മളൊരു സാധാ പെട്രോൾ സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ പെട്രോൾ ബൈക്സ് ഒക്കെ ഓടിച്ച് കിട്ടുന്ന ആ ഒരു ഫീലിനേക്കാളും ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ഫുൾ കംപ്ലീറ്റ് സൈലൻസും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിതിൻ്റെ വാർപ്പ് മോഡും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാർപ്പ് മോഡൽ എടുക്കുമ്പോൾ അത് എത്രമാത്രം ഡിഫറൻസ് നിങ്ങൾക്ക് ക്യാമറയിൽ വിഷ്വലി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഓടിക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് അതിൽ പറയാനുള്ളൂ. അത്ര ഭീകരമായൊരു ഡിഫറൻസ് നമുക്ക് അതിൽ പോയിന്റ് ഔട്ട് ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഡ് റോഡ്സിലെടുത്താൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പുൾ ഡൗൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ സസ്പെൻഷനാണ്. ബാക്ക് മോണോഷോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ചില ബൈക്സിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിക്കോണിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ആ ഒരു ബാക്കിലെ മോണോഷോക്കിൻ്റെ ഒരു പഞ്ഞിയായിട്ടുള്ളൊരു എഫക്റ്റ്. സെയിം എഫക്റ്റ് തന്നെ എനിക്കിതിൽ കിട്ടിയത്. ഞാൻ യൂണിക്കോൺ എന്ന് പറയാൻ കാരണം ഞാൻ യൂണിക്കോൺ യൂസ് ചെയ്യുന്നുണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി പറയാം. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സത്യം പറഞ്ഞൊരു ബൂമായ ഒരു ടൈം ഉണ്ടായിരുന്നു 2020. ആ ഒരു ടൈം തൊട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് നോൺ ചൈനീസായിട്ടും ഒരുപാട് ബ്രാൻഡ്സ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയൊരു ബ്രാൻഡായിരുന്നു ഏഥറും ഓലയും ഒക്കെ. രണ്ടും ഒരു സ്റ്റാർട്ടപ്സ് പോലെ വന്ന ഒരു കമ്പനീസ് ആയിരുന്നു. പക്ഷെ ഓല അഗെയിൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അവരൊരു ക്യാബ്സും മറ്റേ ഇതൊക്കെ ആയിട്ട് കയറി വന്നൊരു കമ്പനിയായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ സക്സസീവ് ആയത്, അതായത് കസ്റ്റമർ ക്വയറീസ് ആയാലും എല്ലാം തീർത്ത് ഭയങ്കര നീറ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഏതറിനായിരുന്നു. ഇപ്പോൾ ഓലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓലയുടെ S1 Pro ഉണ്ട്. TVSലേക്ക് വരുന്ന TVSൻ്റെ iQube ഉണ്ട്. ഇപ്പോൾ ഏതറിൻ്റെ ആണെങ്കിൽ 450X ഉണ്ട്, ഏതർ റിസ്റ്റയും ഉണ്ട്. പിന്നെ ഇടയ്ക്കൊരു സ്പെഷ്യൽ എഡിഷൻ ഇറങ്ങിയിരുന്നു ഏതറിൻ്റെ തന്നെ Apex മോഡല്. അതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഈവൻ പവറിൻ്റെ കേസിലായാലും റീജനറേഷൻ്റെ കേസിലായാലും. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ഏതർ 450Xൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഡു പോയിന്റ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് കമൻസ്. സോ യാ